നമുക്ക് പത്രത്തിൽ പോകുന്ന പരസ്യങ്ങൾ, തിയേറ്ററിൽ പോകുന്നത്, അതേപോലെ ബസ്സിന് നമ്മൾ അഡ്വർടൈസിങ് കൊടുക്കുന്നത്, അങ്ങനെ ഓഫ്ലൈനിൽ നമ്മൾക്ക് ഹോർഡിങ്സ് ഉണ്ടാക്കുന്നത്, ഒരുപാട് പരസ്യങ്ങളുണ്ട്. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മുന്നിൽ പോകേണ്ടത് മാർക്കറ്റിംഗ് തന്നെയാണ്. കാരണം നമ്മളുടെ ബിസിനസ് നാലാൾ അറിഞ്ഞ് അതിൽ നിന്നും ലീഡ്സ് ജനറേറ്റ് ചെയ്ത് ആ ലീഡ്സ് ബിസിനസ്സിലേക്ക് കൺവേർട്ട് ആയാൽ മാത്രമേ നമ്മളുടെ ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. അതിനുള്ളൊരു ഉദാഹരണം എന്ന് പറയുന്നത്, ചില വലിയ കമ്പനികളൊക്കെ അവരുടെ ബിസിനസ് ഫേം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവർ മാർക്കറ്റിംഗ് ക്യാമ്പയിനുകളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ടാവും. എഫക്റ്റീവായിട്ടുള്ള ഇങ്ങനെയുള്ള മാർക്കറ്റിംഗ് ക്യാമ്പയിൻ നമ്മൾ ചെയ്യുന്നത് ആ ബിസിനസ്സിനെ പഠിച്ച് റിസർച്ച് ചെയ്ത് ആ ബിസിനസ്സിൻ്റെ ശരിയായ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്ത് അവരിലേക്ക് നമ്മൾ ആ ക്യാമ്പയിൻ എത്തിക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് ആ സെയിൽസിൽ ഇൻക്രീസ് ഉണ്ടാവുകയുള്ളൂ. ഇതിൽ തന്നെ നമ്മൾക്ക് ഓൺലൈൻ മാർക്കറ്റിങ്ങും ഓഫ്ലൈൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് രണ്ട് രീതിയിൽ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് പത്രത്തിൽ പോകുന്ന പരസ്യങ്ങൾ, തിയേറ്ററിൽ പോകുന്നത്, അതേപോലെ ബസ്സിന് നമ്മൾ അഡ്വർടൈസിങ് കൊടുക്കുന്നത്, അങ്ങനെ ഓഫ്ലൈനിൽ നമ്മൾക്ക് ഹോർഡിങ്സ് ഉണ്ടാക്കുന്നത്, ഒരുപാട് പരസ്യങ്ങളുണ്ട്. അതേപോലെ നമ്മൾ ഓൺലൈനിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ടി വി ആഡ് പോകുന്നുണ്ട്, റേഡിയോയിൽ പോകുന്നുണ്ട്, അതേപോലെ നമ്മൾക്ക് സോഷ്യൽ മീഡിയകളിൽ പോകുന്ന പരസ്യങ്ങൾ, അതിലാണ് നമ്മൾക്ക് ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ യൂട്യൂബ് തുടങ്ങിയ ഓൺലൈൻ മാർക്കറ്റിംഗ് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം മാർക്കറ്റിംഗ് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സെയിൽസിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ സെയിൽസിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.